നടന്ന പ്രധാന കുറ്റകൃത്യങ്ങൾ. പോലീസിന്റെ വ്യാജേന എത്തിയ സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോയതായ പരാതി. ഇന്നലെ പുലർച്ചെ 2 മണിക്കാണ് KP ട്രാവൽസ് ഉടമയായ ബിജുവിനെ സംഘം തട്ടിക്കൊണ്ടുപോയത്. MM അലി റോഡിലെ KP ട്രാവൽസ് എന്ന ബിജുവിന്റെ സ്ഥാപനത്തിന്റെ മുന്നിൽ വെച്ചായിരുന്നു പോലീസ് എന്ന വ്യാജേന 3-4 പേരെത്തി ബിജുവിനെ ബലമായി കാറിൽ കയറ്റിക്കൊണ്ടുപോയത്. തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ സാമ്പത്തിക ഇടപാടെന്നാണ് സംശയം. സ്വത്ത് തർക്കത്തിനിടെ ദമ്പതികളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച പ്രതി പിടിയിൽ. പട്ടിക്കാട് മണ്ണാർമലയിലെ കൈപ്പള്ളി വീട്ടിൽ ഫൈസലിനെയാണ് മേലാറ്റൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആനമങ്ങാട് സ്വദേശി പുരയ്ക്കൽ ഷംസുദ്ദീൻ, ഭാര്യ സമീറ എന്നിവർക്കാണ് വെട്ടേറ്റത്. സമീറയും മക്കളും താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മുൻ ഭദ്ര സഹോദരനായ ഫൈസൽ മരങ്ങൾ മുറിച്ചു വിൽക്കാൻ ശ്രമിച്ചത് തടഞ്ഞതാണ് ആക്രമണത്തിന് കാരണം. വടിവാൾ കൊണ്ട് തലയ്ക്ക് പിന്നിൽ വെട്ടി ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു. അക്രമം തടയാൻ ശ്രമിക്കുന്നതിനിടെ ഭർത്താവ് ഷംസുദ്ദീന്റെ കൈക്കും വെട്ടേറ്റു. ഒളിവിൽ പോയ പ്രതിയെ പിന്നീട് പോലീസ് പിടികൂടുകയായിരുന്നു. പത്തനംതിട്ടയിൽ ഭാര്യാമാതാവിനെ മരുമകൻ തൂമ്പ കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തി. പത്തനംതിട്ട വെച്ചൂച്ചിറ അഴുത ഉന്നതിയിലാണ് സംഭവം. 54-കാരിയായ ഉഷ മണിയെയാണ് മരുമകൻ സുനിൽ വീടിന് മുന്നിൽ വെച്ച് തലയ്ക്ക് അടിച്ചു കൊലപ്പെടുത്തിയത്. സംഭവശേഷം ഇവിടെ തന്നെ നിന്ന സുനിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വീട്ടുവഴക്കാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഇവിടെ കുടുംബ വഴക്ക് സ്ഥിരമായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. തട്ടിക്കൊണ്ടുപോയി മദ്യം നൽകി ബലാത്സംഗം ചെയ്തു. വയനാട് മാനന്തവാടിയിലാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി കൂട്ടബലാത്സംഗം ചെയ്തത്. വയനാടാണ് സംഭവം. മാനന്തവാടി സ്വദേശികളായ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികൾക്കെതിരെ പോക്സോ, കൂട്ടബലാത്സംഗം എന്നീ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട്. പീഡിപ്പിച്ച 45-കാരൻ അറസ്റ്റിൽ. അച്ഛനും ബന്ധുവും കൂട്ടുപ്രതികൾ. തോട്ടുപുഴശ്ശേരി കോളാഭാഗം പെരുമ്പാറ വീട്ടിൽ സുരേഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. മെയ് 23-ന് ശേഷമുള്ള ഒരു ദിവസം രാത്രി ഉറക്കത്തിലായിരുന്ന കുട്ടിയെ 45-കാരൻ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. സംഭവം കുട്ടി അച്ഛനോടും ബന്ധുവായ സ്ത്രീയോടും പറഞ്ഞുവെങ്കിലും ഇവർ പോലീസിൽ അറിയിക്കാതെ മറച്ചുവെച്ചതിനാലാണ് ഇരുവരെയും കൂട്ടുപ്രതികളായി കേസിൽ ഉൾപ്പെടുത്തിയത്. പിന്നീട് കുട്ടിയെ പാലായിലെ ഒരു സ്ഥാപനത്തിലേക്ക് മാറ്റിയിരുന്നു. ഇവിടെ നിന്നാണ് വിവരം പോലീസിൽ അറിയിച്ചത്. ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ വെച്ച് 19-കാരി പ്രസവിച്ചു. ഷർദിൽ എന്ന പേര് ജനലിലൂടെ വലിച്ചെറിഞ്ഞ ചോരക്കുഞ്ഞിന് ദാരുണാന്ത്യം. മഹാരാഷ്ട്രയിലെ പർഭാനിയിലാണ് സംഭവം. ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് എന്തോ നിലത്ത് വീണത് കണ്ട് പരിശോധിക്കാനെത്തിയവരാണ് നിലത്ത് വീണത് ചോരക്കുഞ്ഞാണെന്ന് മനസ്സിലാക്കിയത്. 19-കാരിയും ഒപ്പമുണ്ടായിരുന്ന ഭർത്താവ് എന്ന് പറഞ്ഞ് 21-കാരനും ചേർന്നാണ് ചോരക്കുഞ്ഞിനെ പ്ലാസ്റ്റിക് ബാഗിലിട്ട് ബസിന്റെ ജനലിലൂടെ വലിച്ചെറിഞ്ഞത്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സംഭവ സ്ഥലത്തെത്തുകയായിരുന്നു. പിന്നാലെ പോലീസ് യുവതിയെയും യുവാവിനെയും കണ്ടെത്തുകയായിരുന്നു. സ്വത്ത് തർക്കം. ജ്യേഷ്ഠനെ വധിക്കാൻ അനുജന്റെ കൊട്ടേഷൻ. 3 പേർ അറസ്റ്റിൽ. ജ്യേഷ്ഠനായ മുഹമ്മദ് അലിയുടെ പരാതിയിലാണ് അറസ്റ്റ്. അനുജൻ ചെമ്മാട് സ്വദേശി ചെമ്പൻ തുടിക നൌഷാദ്, കൊട്ടേഷൻ സംഘങ്ങളായ താനൂർ സ്വദേശി 20-കാരൻ മുഹമ്മദ് അസ്ലം, പന്താരങ്ങാടി സുമേഷ് എന്നിവരാണ് അറസ്റ്റിലായത്.